ഓം നമോ ഭഗവതേ വാസുദേവായ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതേ ഡ്രോഗിൻകരണേ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഭജിക്കൂ ഗോവിന്ദനെ ഭജിക്കൂ ഗോവിന്ദനെ ഗോവിന്ദനെ ഭജിക്കൂ. ഭജഗോവിന്ദത്തിലെ ശ്ലോകം 13. കാതേ കാന്ത ധനകഥ ചിന്ത വാതുലകിം ദവ നാസീനിയന്ത. ത്രിജഗതി സജ്ജന സംഗതിരേക ഭവതി ഭവാർണവതരണേ നൗക. കാതേ കാന്ത ധനഗത ചിന്ത വാതുലകിം ദവ നാസീനിയന്ത. ത്രിജഗതി സജ്ജന സംഗതിരേക ഭവതി ഭവാർണവതരണേ നൗക. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. കാതേ കാന്ത, ആരാ നിന്റെ ഭാര്യ? ഭാര്യയെക്കുറിച്ച് ഇങ്ങനെ ചിന്തനം ചെയ്യുന്നത് എന്തിന്? കാ ധനകഥ ചിന്ത, ധനത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്ത ചെയ്യുന്നത് എന്തിന്? വാതുല, ഹേ മൂഢ, തവ നിയന്താനാസ്തികിം, നിനക്ക് നിയന്താവായി ഒരാൾ ഇല്ലെന്നോ? ത്രിജഗതി, മുപ്പാരിലും സജ്ജന സംഗതി ഏക, സജ്ജന സംസർഗം ഒന്നു മാത്രമാണ്. ഭവാർണവതരണി നൗക, ഭവതി ഭവാർണവം അല്ലെങ്കിൽ സംസാര സാഗരം കടക്കാൻ തോണിയായി ഭവിക്കുന്നത്. കാതേ കാന്ത ധനകഥ ചിന്ത, എന്തിന് ഭാര്യയെക്കുറിച്ചും പണത്തെക്കുറിച്ചും ചിന്തിച്ച് വിഷമിക്കുന്നു എന്നതിന് കാതേ കാന്ത ധനകഥ ചിന്ത എന്നൊരു പാഠാന്തരവും കൂടിയുണ്ട്. എന്തിനെ പറ്റിയെങ്കിലും ചിന്തിച്ച് അസ്വസ്ഥമാകുന്നതുകൊണ്ട് ജീവിതത്തിൽ ഒരു നേട്ടവും ഉണ്ടാവാൻ പോകുന്നില്ല. കോട്ടമുണ്ട് താനും. വിഷാദിച്ചു കൊണ്ടിരിക്കുക എന്നതിനർത്ഥം മനോവീര്യം കളയുക എന്നതാണ്. എന്തിനെയെങ്കിലും പറ്റിയുള്ള സങ്കല്പങ്ങളാൽ പ്രക്ഷുബ്ധമാവുമ്പോൾ മനസ്സ് ബലഹീനമായി പോകും. അപ്പോൾ പ്രശ്നങ്ങളെ ഫലപ്രദമായി നേരിടാൻ വേണ്ട കരുത്ത് അതിനില്ലാതാവുകയും ചെയ്യും. വ്യാകുല ചിന്തകൾ മനുഷ്യനെ നിർവീര്യനും നിസ്തേജനുമാക്കുന്നു. ജീവിതായോധനത്തിൽ വിജയം കൈവരിക്കുന്നതിന് ആവശ്യമായ മനഃശക്തി തന്മൂലം നഷ്ടമായി പോകുകയും ചെയ്യുന്നു. മനുഷ്യനെ ഇടിച്ച് വീഴ്ത്തത്തക്ക ശക്തി ലോകത്തിലുണ്ടായിട്ടില്ല. അവൻ പരാജിതനാവുന്നത് മറിച്ച് മനുഷ്യൻ സ്വയം ദുർബലനായി പോകുന്നത് കൊണ്ടാണ്. അപ്പോൾ അയാളെ അപേക്ഷിച്ച് ലോകത്തിന്, അതായത് ജീവിത പ്രശ്നങ്ങൾക്ക് കൂടുതൽ ശക്തിയുള്ളതുപോലെ അനുഭവപ്പെടുന്നു എന്ന് മാത്രം. ബലഹീനന് നിലനിൽക്കാനാവില്ല എന്നാണ് പ്രകൃതി നിയമമെന്ന് ഓർമ്മയിരിക്കട്ടെ. വിഷയസ്മരണകൾ അയവിറക്കിക്കൊണ്ട് അതും സ്വന്തം സഹധർമ്മിണിയുടെ കാമസങ്കല്പങ്ങളിലൂടെ മനോവീര്യം ക്ഷയിപ്പിക്കുന്നത് നീചവും നിന്ദ്യവുമാണ്. വെറും കാമപൂർത്തിക്കുള്ള ഒരു ഉപകരണം മാത്രമാണോ ഭാര്യ? ആ നിലയ്ക്കാണ് ജീവിതസഖിയെ കണക്കാക്കുന്നതെങ്കിൽ അത് ഗാർഹസ്ഥ്യത്തിൻ്റെ പവിത്രതയെയും മാതൃത്വത്തിൻ്റെ മഹത്വത്തെയും അവഹേളിക്കുകയാവും. അത്തരം അശുഭസങ്കല്പങ്ങൾ ഉള്ളിൽ ഉയരുന്നതായി കാണുമ്പോൾ സാധകൻ ജാഗ്രതയോടെ സംയമനം പാലിച്ച് അവയെ ഉടൻ അകറ്റണം. ഈശ്വര സ്മരണയോടെ മനസ്സിനെ ദിവ്യഭാവത്തിലേക്ക് ഉയർത്തുകയും വേണം. ഭോഗലാലസന്മാരായാണ് ആചാര്യസ്വാമികൾ ഈ ശ്ലോകത്തിലൂടെ അഭിസംബോധന ചെയ്യുന്നത്. വാതുല എന്ന ശബ്ദത്തിന് ഭോഗസങ്കല്പങ്ങളിലൂടെ മനോവീര്യം പാഴാക്കിക്കളയുന്ന ഹേ വിഷലംബട എന്നാണ് അർത്ഥം. പൗരുഷത്തെ ഹനിക്കുന്ന ഈ അശുഭ സങ്കല്പങ്ങൾ എങ്ങനെയോ മനസ്സിൻ്റെ ഒരു ശീലമായി തീർന്നുപോയി. ഇനി എങ്ങനെയാണ് ആത്മഹത്യാപരമായ ഈ ദുശീലത്തിൽ നിന്ന് മുക്തനാവുക?
ആചാര്യസ്വാമികൾ പോംവഴി നിർദ്ദേശിക്കുന്നു. സജ്ജന സംഗതി സുശിക്ഷിതരും സംസ്കാര സമ്പന്നരും ആത്മസംയമനമുള്ളവരും ഉത്കൃഷ്ടാദർശവും ഉന്നത വീക്ഷണവുമുള്ളവരുമായ സജ്ജനങ്ങളുമായി സത്സംഗം ചെയ്യുക എന്നതാണ്. അതുമാത്രമാണ് പ്രസ്തുത പോംവഴി. കുറെ കാലത്തെ നിരന്തര സത്സംഗത്തിൻ്റെ ഫലമായി പുതിയൊരു വിചാരശീലം ഉള്ളിൽ രൂപപ്പെട്ടു വരികയും ക്രമേണ പഴയ ശീലം മാഞ്ഞു പോവുകയും ചെയ്യും. ഇതല്ലാതെ വേറെ വഴിയില്ല. ബാഹ്യലോകത്തോടുള്ള നമ്മുടെ സമീപനത്തിൽ ആശാവഹമായ പരിവർത്തനം വരുത്താനും ചിന്താഗതി തന്നെ മാറ്റി ശ്രേയോ മാർഗത്തിലേക്ക് തിരിച്ചുവിടാനും സജ്ജന സംസർഗം നമ്മെ സഹായിക്കുന്നു. സങ്കല്പങ്ങളുടെ സ്വഭാവവും ഗുണവും മെച്ചപ്പെടുന്നതോടെ അശുഭസങ്കല്പങ്ങൾ തളർന്ന് ശുഭസങ്കല്പങ്ങൾ വളരുന്നതോടെ പുതിയൊരുന്മേഷം ഉള്ളിൽ ഓളം വെട്ടുന്നതായി അനുഭവപ്പെടും. കൂടുതൽ പ്രയോജനകരമായ പ്രവർത്തന മണ്ഡലത്തിൽ ഫലപ്രദമാമണ്ണം പ്രയത്നം ചെയ്യാൻ തന്മൂലം സാധകൻ ഉത്സുകനാവുകയും ചെയ്യും. ശ്രേയസ്കരങ്ങളായ ഉത്കൃഷ്ട ചിന്തകളുടെ പാവനാന്തരീക്ഷത്തിൽ വർത്തിച്ചുകൊണ്ട് ഒരു പുത്തൻ ജീവിതമായിരിക്കും അപ്പോൾ സാധകന് കൈവരുക. അത് ഉന്നതമണ്ഡലത്തിലേക്ക് അനുദിനം അയാളെ ഉയർത്തിക്കൊണ്ടും പരമപദ പ്രാപ്തിക്കു വേണ്ടി പ്രയത്നിക്കാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുമിരിക്കും. മാത്രവുമല്ല, ജീവിത ലക്ഷ്യത്തിൻ്റെ വ്യക്തമായൊരു രൂപം അയാൾക്ക് അപ്പോൾ ലഭ്യമാവുകയും ചെയ്യും. ഇങ്ങനെ അർത്ഥവത്തായ ജീവിതം നയിച്ചുകൊണ്ട് സാധന അനുഷ്ഠിക്കുന്ന വിവേകിക്ക് ലക്ഷ്യത്തിലേക്കുള്ള ശരിയായ മാർഗത്തിലൂടെ തന്നെയാണോ താൻ ചരിക്കുന്നത് എന്ന് കണ്ടറിയാനുള്ള സൂക്ഷ്മ ഗ്രഹണേന്ദ്രിയങ്ങൾ അഥവാ അന്തർദൃഷ്ടി വളർന്ന് വരുന്നതായി കാണാം. ധർമ്മച്യുതി വരാതെ നോക്കാൻ അയാൾ സ്വയം സമർത്ഥനായി ഭവിക്കുമെന്നർത്ഥം. ശാരീരിക നിലവാരത്തിലുള്ള ഇന്ദ്രിയ നിയന്ത്രണം അഥവാ ദമം മാനസികമായ ശാന്തിക്ക് അഥവാ ശമത്തിന് വഴിയൊരുക്കുന്നു. ശമമാണ് ഹൃദയത്തിൽ സന്തോഷം വളർത്തുന്നത്. ഇങ്ങനെ ശാന്തിയും സന്തുഷ്ടയും വിളയാടുന്ന ശുദ്ധാന്തകരണമുള്ള സാധകന്റെ സ്വാധ്യായവും ആത്മവിചാരവും അഥവാ ശ്രവണവും മനനവും വളരെ വേഗം ഫലവത്തായി ഭവിക്കും. സാധനയിലെ വിജയം അന്ധക്കരണശുദ്ധിയെ ആശ്രയിച്ചിരിക്കുമെന്നർത്ഥം. ഈ ഉത്കൃഷ്ടാവസ്ഥയിലേക്ക് സാധകനെ നയിക്കുന്നത് അഥവാ അവിടേക്ക് പ്രവേശിക്കാനുള്ള അർഹത ഉണ്ടാക്കി കൊടുക്കുന്നത് സജ്ജന സംഗതിയത്രേ. സാധനയുടെ ആരംഭദശയിൽ മാത്രമേ സത്സംഗം കൊണ്ട് പ്രയോജനമുള്ളൂ എന്ന് ധരിച്ചു പോകരുത്. സാധകന്റെ പുരോഗതിയും വികാസവും ത്വരിതപ്പെടുത്തിക്കൊണ്ട് ലക്ഷ്യപ്രാപ്തി വരെയുള്ള ദീർഘയാത്രയുടെ എല്ലാ ഘട്ടങ്ങളിലും അത് സത്സംഗം അയാളെ സഹായിക്കുന്നു. ആധ്യാത്മ ആചാര്യന്മാരും സബ്രഹ്മചാരികളുമായുള്ള സമ്പർക്കം അല്ലെങ്കിൽ സജ്ജന സംഗതി അഥവാ സത്സംഗം യാത്രാവസാനം വരെ സാധകനെ തുണയ്ക്കുന്നു എന്നതിനാൽ ഭവാർണവം അല്ലെങ്കിൽ സംസാര സാഗരം തരണം ചെയ്യാനുള്ള നൗക അഥവാ തോണി ആണ് വിശേഷിപ്പിച്ചത്. തികച്ചും യുക്തം തന്നെ. ഈ കരയിൽ നിന്ന് കയറി അക്കരയെത്തുന്നത് വരെയും ജലാശയത്തിലൂടെയുള്ള യാത്രയിലുടനീളം ജലോപരിയിൽ യാത്രികനെ സുരക്ഷിതനാക്കി തുണയ്ക്കുന്നത് തോണിയാണല്ലോ. ആഞ്ഞടിക്കുന്ന അലകളുടെ ആഘാതം തോണിയാണ് നേരിട്ട് താങ്ങുന്നത്. അതിനാൽ യാത്രികന് ചെറിയൊരിളക്കം മാത്രം തട്ടിയെങ്കിലായി. ആർത്ത് നിമിർക്കുന്ന അലകൾക്ക് മുകളിലൂടെ പൊന്തിയും താഴ്ന്നും മുന്നോട്ട് നീങ്ങുന്ന തോണിയിൽ സുരക്ഷിതനായിരുന്നു കൊണ്ട് നനയാതെയും വിഷമം കൂടാതെയും യാത്രികന് അക്കരയെത്താം. ഇത്രയും കാലമായി അനുവർത്തിച്ചു പോന്ന വ്യാജമൂല്യങ്ങളുടെയും ചെയ്തുപോയ കുൽസിത കർമ്മങ്ങളുടെയും ഫലമായി ഉള്ളിൽ ഊറിക്കൂടിയ ദുർവാസനകൾ ശത്രുക്കളെ പോലെ ഹൃദയത്തെ ആക്രമിക്കുമ്പോൾ രക്ഷാകവചം പോലെ വർത്തിച്ച് സാധകനെ സംരക്ഷിക്കുന്നത് സത്സംഗമാണ്. ഇതോടെ ദ്വാദശ മഞ്ജരികാ സ്തോത്രം അവസാനിക്കുന്നു. ഈ 12 ശ്ലോകങ്ങളും പല്ലവിയടക്കം 13 ശ്രീ ശങ്കരൻ തന്നെ രചിച്ചതാണെന്നാണ് വിശ്വാസം. ചില പ്രസിദ്ധീകരണങ്ങളിൽ തങ്ങൾക്ക് അല്പാൽപ്പം വ്യത്യാസമില്ലെന്നുമില്ല. ഇതിൻ്റെ രചനയ്ക്ക് കാരണമായ വൈയാകരണ സംഭവത്തെ സൂചിപ്പിക്കുന്ന ഒരു ശ്ലോകവും ദ്വാദശ മഞ്ജരിക ഉപദേശിച്ച് കൂടി ചില പ്രസിദ്ധീകരണങ്ങൾ ഇതോടൊപ്പം ചേർത്തു കാണുന്നുണ്ട്. തുടർന്നുള്ള 14 ശ്ലോകങ്ങളെ
ചതുർദശ മഞ്ജരികാ സ്തോത്രം എന്നാണ് പറയുക. കാശിയാത്രയിൽ ആചാര്യസ്വാമികളെ അപ്പോൾ അനുഗമിച്ചിരുന്ന 14 ശിഷ്യന്മാർ ഓരോ ശ്ലോകം വീതം രചിച്ചതാണ് പ്രസ്തുത സ്തോത്രമെന്ന് വിശ്വസിക്കപ്പെട്ടു വരുന്നു. ഓം തത്സത്. സർവം കൃഷ്ണാർപ്പണം.